തലപിടി തലപിടി ഇല്ല അങ്ങനെ അത് കിട്ടൂല ചാടും. നല്ല ആള് മീൻ പിടിക്കാവുന്നത് അതിലുണ്ട്. ഇതുവരെ ഇത് മരിച്ചില്ല കേട്ടോ. അതുണ്ടായിരുന്നു. ഹലോ, ഇന്ന് നമ്മൾ പോകുന്നത് നമ്മുടെ ട്രിവാൻഡ്രത്ത് ഉച്ചക്കട എന്ന് പറയുന്ന സ്ഥലത്താണ് പോകുന്നത്. അവിടെ നല്ല അടിപൊളി മീനുണ്ട്. ദിവിച്ചോന്റെ കൂട്ടുകാരൻ്റെ ഫാമാണ്. അവിടെ പൊളി മീനുണ്ടെന്നാണ് ദിവിച്ചോട്ട് പറയുന്നത്. അതിന് കുറച്ച് നാളായിട്ട് അവനവിടെ പോകണം, മീൻ പിടിക്കണം, കഴിക്കണം, അതിൻ്റെ വീഡിയോ ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നാണ് കുറച്ച് ഒത്തു വന്നത്. കാര്യം വേറെ ഒന്നും വീട്ടിൽ പോസ്റ്റാണ്. അപ്പോൾ പിന്നെ അതായത് നമ്മുടെ വീട്ടിൽ നിന്ന് അവൻ്റെ വീട്ടിലേക്ക് കറക്റ്റ് 13 കിലോമീറ്റർ അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ അങ്ങോട്ട് പോവാണ്. നല്ല അടിപൊളി മീൻ വാങ്ങി. പിന്നെ ഒരു കാര്യം, അവിടെ നിന്ന് മീൻ പിടിച്ച് നമ്മൾ അവിടെ വെച്ച് തന്നെ ഫ്രൈ ചെയ്ത് അതെ. ഇന്നപ്പോൾ ചില്ലാവണം. അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾ എല്ലാവരും ഫുള്ളായിട്ട് കാണണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ ആ ബെൽ ബട്ടണും കൂടെ വെൽക്കം ടു ട്രാവലിംഗ് മാംബോസ് ഗാന്ധിപൂർ. ഇതാണ് കേട്ടോ ഉച്ചക്കട ജംഗ്ഷൻ. ദിവസന്റെ ഫ്രണ്ട് രഞ്ജുവിന്റെ വീട് ഇവിടെയാണ് ഉച്ചക്കട. അതായത് നമ്മൾ ബാലനാർ ഉച്ചക്കടയാണ്. ബാലനാറിൽ നിന്ന് സ്ട്രൈറ്റ് വരുമ്പോൾ ഉച്ചക്കട ജംഗ്ഷൻ എത്തിയിട്ട് അവിടെ നിന്ന് ലെഫ്റ്റിലോട്ടാണ്. അതായത് പൈറ്റ് വിള എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര് കേട്ടോ. നമ്മൾ ഫസ്റ്റ് രഞ്ജുവിന്റെ വീട്ടിലോട്ട് പോയിട്ട് രഞ്ജുവിനെ വിളിച്ചിട്ട് നേരെ നമ്മൾ അവിടെ അവൻ മീനൊക്കെ വളർത്തുന്ന അവിടെ പോകും കേട്ടോ. ഇന്ന് നമ്മൾ അവിടെയാണ് പരിപാടികളെല്ലാം പ്ലാൻസ് വെച്ചിരിക്കുന്നത്. അപ്പോൾ രഞ്ജുവിന്റെ വീട് ഇതാണ് കേട്ടോ. വീടെത്തി. ഓക്കെ, രഞ്ജുവിനെ വിളിച്ചിട്ട് വണ്ടി. അപ്പോൾ നമ്മൾ സാധന സാമഗ്രികളൊക്കെ എടുത്തുകൊണ്ട് പോവുകയാണേ. വീട്ടിൽ ഇന്ന് പുതിയൊരു ഗസ്റ്റ് കൂടി വരണതാണ്. എൻ്റെ കസിൻ അനിയനുണ്ട്. അവൻ്റെ കയ്യിലൊരു പൂച്ചയുണ്ട്. അപ്പോൾ ആ പൂച്ചേനെയും കൂടെ നമ്മൾ നോക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മളിൽ കൊണ്ടാക്കാൻ പോകണം. അപ്പോൾ നമ്മളവിടെ ഇല്ല, നമ്മളിനി എത്തുമ്പോൾ നൈറ്റ് ആവും. അപ്പോൾ ഞാൻ പറഞ്ഞു വീട്ടിലാക്കിയാൽ മതി. ഉണ്ണിമോള് വീട്ടിലുണ്ട്. അങ്ങനെ വീട്ടിൽ ഒരാളും കൂടെ ആയി. ഇനി ട്രിപ്പ് പോകും, അതിനെയും കൂടെ കൊണ്ടുപോകേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെയാണ് പൊളിക്കാൻ പോണത്. അതെ, ഇന്നത്തെ തീറ്റയും കുഴിയൊക്കെ ഇവിടെയാണ്. ഗോവയ്ക്ക് കൊണ്ടുപോയ സാധനങ്ങൾ കുറച്ചൊക്കെ തീർന്ന്, കുറച്ച് നമ്മൾ വാങ്ങിച്ചില്ല. അപ്പോൾ ഇതാണ് കേട്ടോ രഞ്ജുവിൻ്റെ ഫിഷ് ഫാം. ഇതുപോലത്തെ 3 എണ്ണം ഉണ്ട് കേട്ടോ ഇവിടെ. ഇപ്പം ഒരെണ്ണത്തിൽ മീനേ ഉള്ളൂ, ബാക്കിയെല്ലാം കഴിഞ്ഞായിരുന്നു. ഇതും ഏകദേശം തീരാറായെന്നാണ് പറഞ്ഞത്. ഇപ്പം വിളിച്ചതാണ് കേട്ടോ ദീപിച്ചേണ്ട വർഷങ്ങളായിട്ടുള്ള കൂട്ടുകാരനാണ് രഞ്ജിത്ത് എന്നാണ് പേര് കേട്ടോ. ഇവിടെ ഇവർ മീനിനുള്ള കൊടുക്കാനുള്ള ഫുഡ് മാത്രമേ കൊടുക്കുകയുള്ളൂ കേട്ടോ. സാധാരണ ആണെങ്കിൽ ഓരോരുത്തർ ഈ ചിക്കൻ്റെ വേസ്റ്റൊക്കെ ഇട്ട് കൊടുക്കും. അങ്ങനെയുള്ള മീൻ നല്ല വലുതായിരിക്കും, പക്ഷേ ടേസ്റ്റ് കാണില്ല എന്നാണ് പറയുന്നത്. അടുത്തുള്ള ഫുഡ് ഇത് കിട്ടി വണ്ണം വയ്ക്കും. 6 മാസം പിടിച്ച് തീർക്കണം. പിന്നെ 7, 8 ഇത് 9 മാസമായ മീനാണ്. അത്ര ഫുഡ് ഇടുന്നത്. മീനാരും വാങ്ങണ്ടേ, നമുക്കിവിടെ കടലുള്ളതുകൊണ്ടേ സീനാണ് പോവില്ല. പിന്നെ ഈ വിലയുടെ കൊണ്ട് വിൽക്കുന്നതാണ് അത്. അവന്മാര് മറ്റേ 6 മാസമൊക്കെ മറ്റേ ലോഡിങ് ഐസിറ്റൊക്കെ പറഞ്ഞ സാധനം വെളിന്ന് പറഞ്ഞാണല്ലേ. കോഴി വേസ്റ്റ് ഒക്കെ കോഴി വേസ്റ്റ് ഇട്ട് വളർത്തി കൊണ്ടുവരണം. ടേസ്റ്റും കാണൂല. അവിടെ വെള്ളത്തിൽ പോവല്ലേ. പിടി ഒരു കാര്യം ചെയ്യും. ഒരു വാളയും കൂടെ പിടി, 2 വാളയും കൂടെ പിടി. അപ്പം വാളയിട്. വേണോ ഇത്? അതെടു. ഇത് വേണ്ട. എടേ അവിടെ പിടിക്കല്ലേ, വെള്ളത്തിൽ പോയി.
തലപിടി തലപിടി ഇല്ല അങ്ങനെ അത് കിട്ടൂല, ചാടും. നല്ല ആള് മീൻ പിടിക്കാവുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ മീൻ, ഇന്ന് പിടിച്ച മീൻ കേട്ടോ. വാളയുണ്ട്, സിലോപ്പിയുണ്ട് കേട്ടോ. എന്താ നല്ല പെടക്കണ മീൻ. ഇത് അടുത്ത പാത്രം വേണ്ടേ? അതിലുണ്ട്. ഇതുവരെ ഇത് മരിച്ചില്ല കേട്ടോ. ഇതാണ് സിലോപ്പി മീൻ കേട്ടോ. ഞാൻ എൻ്റെ ഓർമ്മയിൽ ഞാൻ കൊച്ചിലേ കഴിച്ചിട്ടുണ്ട് ഈ മീൻ. അതിനുശേഷം ഇപ്പോഴാണ് കഴിക്കാൻ പോണത്. ബംഗാളി മീനൊന്നും ഒരു ടേസ്റ്റും ഇല്ല. ഞാൻ ഒരു ഊണ് മാറ്റി കഴിച്ചിട്ട് മതി മതി. നമുക്ക് എണ്ണയിൽ ഇട്ട് പൊരിക്കണ്ട. ചീനച്ചട്ടിയുണ്ട്, ചീനച്ചട്ടിയല്ല ദോശ. ഈ സമയം ഞാൻ തോടെ കളയി വരും. അങ്ങനെ മതി മതി മതി. ഓ ചെറുതൊന്ന് അത് നിൽക്കുക. കിട്ടാം. അടിപൊളി മണം വരുന്നുണ്ട്. ഇങ്ങനെ ഏകദേശം സെറ്റായി. അതുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ കപ്പയും നല്ല അടിപൊളി മീൻ ഫ്രൈ റെഡിയായി. ഇനി നമ്മൾ കഴിക്കേണ്ട ടൈമാണ്. തിന്നാൻ റെഡിയായിരിക്കുന്നതാണ്. നേരെ ഇരുട്ടി കേട്ടോ. അപ്പം ഗോപ്രോയ്ക്ക് നമ്മുടെ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഫോണിൻ്റെ ഫ്ലാഷ് ലൈറ്റ് വെച്ചാണേ. അടിപൊളി പൊളി കേട്ടാ. അപ്പം രഞ്ജുന് പാചകം ചെയ്യാൻ അറിയാമെന്നോ? ലൈറ്റ് തിരിച്ചടി എൻ്റെ അണ്ണാക്കിൽ അടിക്കണം. ലൈറ്റ് തിരിച്ചടി കിടിലം കേട്ടോ. അടിപൊളി ടേസ്റ്റ് ഉണ്ട്. ഞാനായിരുന്നു മസാല പുരട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു. ചേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു? ചേട്ടൻ്റെ മോഹൻ കണ്ടുകൂടാ. അയ്യോ ഒരു രക്ഷയില്ല. പൊളിയല്ലേ? പൊളി. ആ കുളത്തിന് മീൻ പിടിച്ചിട്ട് നേരെ ഇവിടെ വെച്ച് ഫ്രൈ ചെയ്ത് കപ്പയും കൂട്ടി ഒരു പിടി, അതൊരു 1.5 പിടി. ഇതുണ്ടോ നമ്മൾ ഷാപ്പിൽ പോയി കഴിക്കുന്ന ആ കാഴ്ച ആ മീനെക്കാട്ടിലും നല്ല ടേസ്റ്റ്. പിന്നെ കിട്ടില്ല ടേസ്റ്റ്. വീഡിയോക്ക് വേണ്ടി പറയാനല്ല, വീഡിയോക്ക് വേണ്ടി പറയണതേ അല്ല. ഈ ഷെഫിന്റെ മുഖം ഒന്ന് കാണിച്ചു. രഞ്ജു ഉച്ചക്കട രഞ്ജു. അപ്പൊ രഞ്ജുന് ഒരു വലിയ താങ്ക്സ്. അപ്പൊ നമ്മളെ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. സത്യത്തിൽ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല വയറും നിറഞ്ഞു, നല്ല സൂപ്പർ, സത്യം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അതെ, നമ്മള് 2 വാളയും 4 സിലോപ്പിയും ഇതാണ് എടുത്തത്. വാളയെക്കാട്ടിലും ടേസ്റ്റ് സിലോപ്പിക്കായിരുന്നു കേട്ടോ. പക്ഷെ രഞ്ജു അതിന്റെ ആ ഒരു കൂട്ട് കിടില്ല കേട്ടോ. സാധാരണ ഉണ്ടാക്കുന്ന ഞാനൊക്കെ സാധാരണ മീൻ ഫ്രൈ ചെയ്യുമ്പോൾ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും പിന്നെ കുറച്ച് ആണെങ്കിൽ വെളുത്തുള്ളിയും കൂടെ ചേർക്കും കേട്ടോ. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ടാണ് ഫ്രൈ ചെയ്യണം. അതാണ് തോന്നുന്നത് കേട്ടോ ടേസ്റ്റ് കുറവ്. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വെളിച്ചെണ്ണയിലാണ് മിക്സ് ചെയ്തത്. പിന്നെ അത് മാത്രമല്ല നമ്മൾ കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കര ടേസ്റ്റായിരുന്നു, അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.